മൊയ്തീനെ എസി മൊയ്തീനെ CPM-ന്റെ ആരോമലേ ഉണ്ടേന്തിന്ന് അകത്ത് കിടക്കാൻ. ആണോടോ മൊയ്തീൻ കയുടെ ഗതികേട്? അതാണോ വിധി? കരുവന്നൂരിൽ അടപടലം കൈയിട്ട് നക്കിയതും പോരാ, ഈടി വന്ന് ചോദിച്ചതാണിപ്പൊ കുറ്റം. ചോദ്യം ചെയ്യലിന് വരാൻ സൗകര്യമില്ലെന്ന്. ഞങ്ങൾക്ക് ഇവിടെ ഒരു അന്വേഷണം പേടിയില്ല. അതെ, ഒരു സാവകാശം മാത്രമേ ഞങ്ങൾ ചോദിച്ചു. പിന്നെ എന്താ നിങ്ങൾ മറ്റേ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് വിടാത്തത്? സാവകാശം ചോദിച്ചിട്ടില്ലേ? എന്തിനു സാവകാശം? സാവകാശം വേണം. സാവകാശം എന്താ? മറ്റേ വക്കീലന്മാരുമായിട്ട് കൂടിയിരുന്ന് ആലോചിച്ച് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്ന് തീരുമാനിക്കാനാണോ? സത്യം കള്ളം ചെയ്തിട്ടില്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ പെട്ടെന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? സാവകാശം വേണം. അതുകൊണ്ട് ഒരു കള്ളവും ചെയ്യാത്തത് കൊണ്ടാണ് മറ്റേ AC മൊയ്തീന്റെ വീട്ടിലൊക്കെ വന്ന് റെയ്ഡിന് വന്നത്. കരുവന്നൂരിലെ പാവപ്പെട്ടവരുടെ കാശ് ഈ സർക്കാർ പാവങ്ങൾക്കൊപ്പമാണ്. അതെ, പാവങ്ങളുടെതെല്ലാം ഈ സർക്കാർ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കരുവന്നൂരിൽ നമ്മൾ അതാണ് കണ്ടത്. ഞങ്ങൾക്ക് പാവപ്പെട്ടവന്റെ നിക്ഷേപം മുഴുവൻ നക്കിയിട്ട് എന്നിട്ടിപ്പോ നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത്. ഞങ്ങൾക്കൊന്നും പേടിയില്ല. ഞങ്ങൾക്കൊന്നും പേടിയില്ല. ഞങ്ങൾ പറയുന്നിടത്ത് വരും. ഞങ്ങൾ പറയുന്നിടത്ത് ആര് വരും? നിങ്ങൾ പറയുന്ന അതായത് ഈ അന്വേഷണ സംഘം പറയുന്നിടത്ത് ഞങ്ങൾ വരും. നിങ്ങൾ വരാത്തത്? അത് പിന്നെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് വിടാൻ പേടി. രാധാകൃഷ്ണൻ നിഷ്കളങ്കനാണല്ലോ. ഉള്ളത് പോലെ പറഞ്ഞ തേഞ്ഞ് നാദാ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു സാവകാശം വേണം. പിന്നെ പുള്ളി മടിയിൽ കനവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനാ സാവകാശത്തിന്റെ ആവശ്യം? എന്താ? മാധ്യമങ്ങളെല്ലാം വളച്ചൊടിക്കുന്നു. ഞങ്ങളാണോ? അതെ, നിങ്ങൾ എന്നെ വളച്ചൊടിക്കുന്നത്. കേന്ദ്രം അമർഷം തീർക്കുന്നു. സർക്കാരിനോട് അമർഷം തീർക്കുന്നു. അപ്പൊ ഈ 300 കോടിയുടെ തട്ടിപ്പ് അവിടെ നടന്നത് കണ്ടുപിടിച്ചതോ? അതെന്താ ആവിയായി പോയോ? എന്നിട്ടിപ്പോ അത് 300 കോടി എങ്ങോട്ടായിരുന്നു പോയത്? ഈ പാവങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച 300 കോടി ഏത് വകയിലാണോ ആവിയായി പോയത്? കേക്കട്ടെ. എന്നിട്ട് AC മൊയ്തീൻ, വർഗീസ് ഇവരെയൊക്കെ അടപടലമാണ് ഈടി ചോദ്യം ചെയ്യലിന് തൂക്കിയെടുത്തോണ്ട് പോയത്. നമ്മൾ ഹൈക്കോടതിയിൽ കടുത്ത പോരാട്ടം നടത്തുക. അതെ, ആരുടെ കാശിന്റെ ഹൈക്കോടതിയിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്താൻ? ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഏതേലും ഒരു മറ്റേ കേസ് നടത്തിയ ചരിത്രം ഉണ്ടോടോ? ഖജനാവിന്ന് കൈയിട്ട് വരുമല്ലേ അതിന് വേണ്ടിയിട്ടും? ഖജനാവിന് ഇനി മാത്രം എവിടെ ഇരിക്കുന്നു? പൂച്ച പെറ്റി കിടക്കണമെന്ന് പറഞ്ഞില്ലേ? അതെ. എങ്ങനെ പൂച്ച പെറ്റി കിടക്കാതിരിക്കും? പൂച്ചക്ക് പെറ്റി കിടക്കാൻ തന്നെ നാണക്കേടാണ്. അതെന്ത്? അവിടെ എന്ത് മറയില്ലേ? മറ എല്ലാത്തിനും ഒരു ഒളിയും മറയൊക്കെ ഉള്ളത് നല്ലതാ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ അപമാനിക്കൊന്നും വേണ്ട. കേന്ദ്ര അമർഷം തീർക്കുന്നതാണ്. നമുക്കറിയാം ഓപ്പറേഷൻ താമര. താമര അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത്. താമരയല്ല, ഓപ്പറേഷൻ താമര പോലത്തെ ഒരു വേറൊന്നാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ കണ്ടുപിടിച്ച് അവരെ വേട്ടയാടി. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നു അന്നും മറ്റേ ED-യും CBI-യും ഒക്കെ അങ്ങ് കളം നിറഞ്ഞത്. ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ. ഇപ്പൊ അതായത് ഈ 300 കോടി നക്കിക്കൊണ്ട് പോയ നേതാക്കന്മാരെ ഒന്നും പിടിച്ചകത്തിടണമെന്നുള്ളതല്ല കേന്ദ്രത്തിന്റെ ആവശ്യം. അവരുടെ ആവശ്യം കേരളത്തിൽ 10 വോട്ട് കിട്ടി 2 സീറ്റ് കിട്ടണം. അതിനുവേണ്ടിയാണ് അവർ ഈ തൊട്ടിത്തരം കാണിക്കുന്നത്. അല്ലെങ്കിൽ വിവരങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. സ്വർണ്ണക്കടത്ത് എപ്പോഴാ വന്നെന്ന് അറിയാമോ? ഞങ്ങൾ രണ്ടാം മറ്റേത് വന്നപ്പോ ബാഗേജ് വഴി കൊണ്ടുപോയത് പിടിച്ചതൊക്കെ അയ്യോ നിന്നങ്ങ് വെളുപ്പിക്കാതെ കേട്ടോ. നിന്നങ്ങ് വെളുപ്പിക്കാതെ ഒത്തിരി. ഇപ്പൊ മൊയ്തീൻ കെ ED അറസ്റ്റ് ചെയ്യൂന്നുള്ളതാണ് CPM-കാരുടെ ഉറക്കം കെടുത്തുന്നത്. ഗോവിന്ദനൊന്നും ഉറക്കമില്ല. AKG സെന്ററിൽ കരച്ചിലാ രാപകൽ. ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഗോവിന്ദനൊന്നും മറ്റേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും കാണുന്നില്ലേ. AC മൊയ്തീന്റെ കാര്യം വല്ലതും ചോദിച്ചാൽ എന്ത് മറുപടി പറയാനാ? ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട്. അതുകൊണ്ട് എല്ലാരെയും പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഒരുത്തരം ചോദ്യം ചെയ്യാൻ വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ പക്ഷെ ചോദിക്കുമ്പോ പറയുന്നതോ മടിയിൽ കനവില്ലെന്ന്. പോയി ചോദ്യം ചെയ്യൽ നിന്ന് കൊടുക്കണം. അടുത്ത മാസം 7-ന് ശേഷം അദ്ദേഹം വരും, ഹാജരാകും. അത് 7-ാം തീയതി വരെ എന്താ റിഹേഴ്സലാണോ? ഞങ്ങൾക്ക് പിന്നെ വേറെ കാര്യങ്ങളില്ലേ? അദ്ദേഹം ഒരു MP അല്ലേ? അദ്ദേഹത്തിന് വിളിച്ചോണ്ട് ചെന്ന് കയറാൻ പറ്റും. MP ആയതുകൊണ്ടാണ് വിളിക്കുമ്പോ ചെല്ലണം. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ മേലൊരു കറ വീഴുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കാമോ അത്രയും പെട്ടെന്ന് തുടച്ചു നീക്കണോടോ. MP-ക്ക് ഒരുപാട് പണിയുണ്ട് മക്കളെ. അത് ഒരാൾ വിളിച്ചോണ്ട് ചാടി കയറി പോകാൻ പറ്റില്ല. ഒരു തവണ അല്ലല്ലോ മറ്റേ വിളിച്ചത്, എത്ര നോട്ടീസ് കൊടുത്ത്. അതിനുള്ള മറുപടി ഞങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മറുപടി അല്ല, നിങ്ങളുടെ പാർട്ടിയുടെ നടപടി ഒന്നും അല്ല നമുക്ക് മറുപടി അല്ല വേണ്ടത്. രാധാകൃഷ്ണൻ തൊള്ള തുറന്ന് പറയണം.
അദ്ദേഹം പറഞ്ഞല്ലോ പേടിയില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞു. പേടിയില്ല എന്ന് പറഞ്ഞിട്ട് AKG സെന്റർ കയറിയിരിക്കുക. കഷ്ടം തന്നെ മൊയിലാളി, കഷ്ടം തന്നെ. അതെ, അതൊരു MP ആണ്, അല്ലാതെ പാർട്ടി സെക്രട്ടറി. MP ആയതുകൊണ്ട് 24 മണിക്കൂർ AKG സെന്ററിലാണ് കയറിയിരിക്കുന്നത്. AKG സെന്ററിൽ ഇരിക്കണം. നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ പോയിരിക്കുന്നോ? നിങ്ങൾ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നു. പുള്ളിക്ക് ഉത്തരം പറഞ്ഞാണ്ടല്ലോ. പുള്ളിക്ക് MP ഓഫീസ് ഉണ്ട് കേട്ടോ, അവിടെയാണ് പുള്ളി ഇരിക്കുന്നത്. ഓഫീസിൽ പോയി നോക്ക്. നിങ്ങൾക്ക് നാളുണ്ടോടാ കരുവന്നൂരിലെ പാവങ്ങളുടെ കാശ് കൈയിട്ട് വരുന്നൊക്കെ? അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഞങ്ങൾ കൈയിട്ട് നക്കിന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കാൻ അവരെ ആര് പറഞ്ഞായിരുന്നു തിരിച്ചു കൊടുക്കാൻ? അത് ED പറഞ്ഞു. പിന്നെ ED പറഞ്ഞു എല്ലാ പൈസയും തിരിച്ചു കൊടുക്കുന്നു. ആദ്യം കണ്ടുപിടിക്കട്ടെ പൈസ. വെട്ടിപ്പ് നടത്തിയത് നിങ്ങൾ, എന്നിട്ട് ബാക്കിയുള്ളവർ കൊടുക്കണം. 300 കോടി, 1, 2, 3 അല്ല 300 കോടി തട്ടിപ്പ് നടത്തിയേക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലോ. സഹകരണ ബാങ്ക് അങ്ങ് മറ്റേ ഗ്രാമങ്ങളുടെ നട്ടല്, പാവപ്പെട്ടവന്റെ ജീവനാടി. സഹകരണ ബാങ്ക്, സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അവര് പറയുന്നതാണ്. എന്തുവാ സംഭവം? എന്തുവാ ഇവർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനും കാശടിച്ചു മാറ്റാനും സഹകരണ പ്രസ്ഥാനങ്ങൾ വേണം. ഈ അപമാന വാക്കുകൾ ഇലക്ഷന് മുന്നിലെ ഈ ഡ്രാമയൊക്കെ തൃശ്ശൂരിലെ നിങ്ങള് സുനിൽകുമാറിനെ നേതാവാക്കി നിർത്തിയായിരുന്നല്ലോ. എന്താ ആരും പ്രചരണത്തിന് തൃശ്ശൂരിലോട്ട് ചെന്ന് ഏറി കൊടുക്കാഞ്ഞത് കഴിഞ്ഞ തവണ? ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കരുവന്നൂർ പ്രശ്നം കൊണ്ട് കൂടിയാണ് 8 നിലയിൽ സുനിൽകുമാർ പൊട്ടിയത്. അത് കോൺഗ്രസിന്റെ BJPയുടെയും രാഷ്ട്രീയം കാരണമാണ് അവര് ഞങ്ങൾ പൊട്ടിയത്. കോൺഗ്രസിന്റെ BJPയുടെയും രാഷ്ട്രീയം. അതെ അതെ അതെ, അതാണ് ഞങ്ങൾ ജയിക്കാതെ. അല്ലാതെ ജനങ്ങൾ പാവം പെട്ടു. അതെ 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 അതെ, അത് തന്നെ. പാവപ്പെട്ടവന്മാര് കാശ് കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവസാനം ഇവന്മാരത് തട്ടിക്കൊണ്ട് പോയിട്ട് കാശിന് വേണ്ടിയിട്ട് അവിടെ പോയി പൊരിവെയിലത്ത് ക്യൂ നിൽക്കുക. എന്നിട്ട് 10,000 കുലുവ വെച്ച് കൊടുക്കുക. ആണോണ്ടോ? ജനങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. അവര് വിശ്വസിക്കില്ല. അതിനേക്കാളൊക്കെ കോമഡി വേറെയാ. മറ്റേ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോ എന്തുവാ പറഞ്ഞത്? കരുവന്നൂരിലെ നിക്ഷേപകരുടെ പൈസക്ക് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ട് 11 മാസമായി, ഇതുവരെ ഒരു ഗ്യാരണ്ടി നമ്മൾ കണ്ടില്ല. അയ്യോ കഷ്ടം തന്നെ. തൂക്കിയെടുത്ത് അകത്തിടാനായിരുന്നെങ്കിൽ ഈ CPM-കാരിൽ എത്ര പേരെടുത്ത് തൂക്കി അകത്തിടായിരുന്നു? എന്തുകൊണ്ടാണ് കേന്ദ്രം വായും വിളിച്ചിരിക്കുന്നത്? അവിടെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് കുറെ ഗിമ്മിക്കും തള്ളിക്കൊണ്ട് വരും. ഇവിടെ കേരളത്തിൽ നമ്മളെ ഈ CPM തൊട്ടികളെ എത്ര എണ്ണത്തിനെ പൊക്കി അകത്തിടായിരുന്നു? തോന്നിവാസം കാണിച്ചത് പാവപ്പെട്ടവന്റെ കാശടിച്ചു മാറ്റിയവന്മാര്. കേന്ദ്രം എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് പോയല്ലോ, എന്ത് നടപ്പിലാക്കിയില്ല? നിങ്ങളുടെ പിണറായി എന്താ മിണ്ടാത്തത്? പാവപ്പെട്ടവന്റെ കാശിനെ കുറിച്ച് എന്താ 4 അക്ഷരം പറയാത്തത്? പിണറായി അല്ല വലുത്, പ്രധാനമന്ത്രിയാണ് വലുത്. അങ്ങനല്ലല്ലോ പറയുന്നത്. മറ്റേ പിണറായിയേക്കാൾ വലുതായിട്ട് വേറെ ആരും ഇല്ലെന്നാണല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളത് ചോദിക്കുന്നില്ല? അതിനു മുമ്പ് നിയമസഭയിൽ നിങ്ങളുടെ പിണറായി പറഞ്ഞായിരുന്നു നിക്ഷേപകർ ആരും പേടിക്കേണ്ട, അവർക്ക് എല്ലാവർക്കും പൈസ കിട്ടുമെന്ന്. എന്തിയേ? സഹകരണ മന്ത്രി പറഞ്ഞായിരുന്നു അവരുടെ പൈസക്ക് സർക്കാർ ഗ്യാരണ്ടി ആണെന്ന്. എന്തിയെ? എന്നിട്ട് അതിന് പ്രധാനമന്ത്രി പറഞ്ഞത് ആദ്യം നടപ്പിലാക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ നടപ്പിലാക്കും. പ്രധാനമന്ത്രിയാണോ വലുത്, മുഖ്യമന്ത്രിയാണോ വലുത്? പ്രധാനമന്ത്രിയല്ലേ. ആദ്യം BJP എവിടെ? കൈയിട്ട് വാരി തിന്നതാരാടോ? കൈയിട്ട് വാരി തിന്നതാരാ? ഞാനില്ല. 3 കൊണ്ട് റിസോർട്ട് മേടിച്ചതാരാ? ആകാശിന്. നിങ്ങൾ CPM-കാരല്ലേ? ഞങ്ങളൊന്നുമല്ല, ചുമ്മാ അപവാദം. അപവാദം. ഇവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ട് ഇരിക്കും. ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അവർക്കറിയാം സത്യം. നെല്ലും പതിരും തിരിച്ചറിയാൻ പുഴുങ്ങി വേവിക്കാറായി നെല്ല്. നാട്ടുകാരെടുത്തിട്ട് പുഴുങ്ങും. പതിര് പറത്തി അങ്ങ് കളയും. അതെ അതെ, പതിരെ പറത്തി ഊരി വിട്ടാ മതി, പറന്നു പോകും. ഈ അപവാദം ഇങ്ങനത്തെ രാഷ്ട്രീയ പുറത്തിറങ്ങിയിട്ടില്ല ED-യെ പേടിച്ച്. ഈ രാഷ്ട്രീയ നാടകം കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് ആരും കരുതില്ല. അതുകൊണ്ട് ആ 300 കോടി ഉണ്ടല്ലോ വെറുതെ കള്ളം പറഞ്ഞത്. ഈ രാഷ്ട്രീയ നാടകമൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടും തഴമ്പിച്ചും അവരുടെ മനസ്സ് മുരടിച്ചും ഇരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് അവര് ഇതിലൊന്നും വീഴില്ല. 3 തവണ ഞങ്ങൾ വരും. അതെ, 300 കോടി മറ്റേ ഗോവിന്ദൻ കൂറ്റനാട് അപ്പക്കച്ചവടത്തിന് കൊണ്ടുപോയതാണെന്ന് വേണം ഇവര് പറയും. അങ്ങനെ പറയേണ്ട ആവശ്യം. ആ ഒരു സംരംഭത്തിന് വേണ്ടി വക മാറ്റിയതാണെന്ന്. അപ്പക്കച്ചവടം നല്ല മികച്ച രീതിയിൽ എത്തുമ്പോ 300 കോടി തിരിച്ച് ബാങ്കിൽ കൊണ്ടിടും. ഞങ്ങൾ 3-ാം തവണയും വരും. ഈ അപവാദ പ്രചരണം ഒന്നും ആരും വിശ്വസിക്കില്ല. ഉറക്കത്തില് ഊണിലും എല്ലാം 3-ാം തവണ വരും. 3-ാം തവണ ഒന്ന് നിർത്തിയിട്ട് പോടോ. നിർത്തിയിട്ടൊന്നും പോയില്ല, ഞങ്ങൾ പ്രയത്നിക്കും. ജനങ്ങൾ തീരുമാനിക്കും 3-ാം തവണ നിങ്ങൾ വരണോ അതോ ആരെങ്കിലും വരണോ. ഞങ്ങളാണ് നെല്ല് കേട്ടോ. ഇവരാണ് നെല്ലെടുത്തിട്ട് പുഴുങ്ങ്. പതിരിനെ പറത്തിക്കളാം.
300 കോടി നക്കിട്ട് പോവാണ്. നക്കികള് പെറുക്കികള്. അയ്യോ ഒലക്കട മൂട്. ഒലക്കര മൂട്.